ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മീൻകറി ഉണ്ടാക്കിട്ടോ. ഈ ശീലാവ് എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. ഞങ്ങളിവിടെ ശീലാവ് എന്നാണ് പറയുന്നത്. നല്ല ദശക്കെട്ടിയുള്ള നീളത്തിലുള്ളൊരു മീനാട്ടോ. അപ്പോൾ അത് തേങ്ങ അരച്ച് കുടമ്പുളി ഇട്ട് ആണ് ഞാൻ വെച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കഷ്ണം ഇഞ്ചി നേരിയതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി എടുത്തിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, സവാള ആയാലും മതി. ഞാൻ പകുതി സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു സവാള ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം മീൻകറിക്ക് മധുരം വരും. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റണം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. തേങ്ങയിൽ മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒക്കെ കൂടി അരച്ചതാട്ടോ. ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാളയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ, നല്ല വാസന ഉണ്ടാവും. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ അരപ്പിട്ടിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. ആ വെള്ളത്തിൽ കഴുകി ഇട്ടേക്കുന്നതാണ്. ആ വെള്ളത്തോട് ഒഴിച്ചിട്ട് ഈ ചാറ് കഴുകിയ വെള്ളം കൂടി ഇതിനകത്തേക്ക് ആവശ്യത്തിന്, മീൻ കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച്, ജാറ് കഴുകിയ വെള്ളം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഒരു ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, പിന്നെ ഈ ഇച്ചിരി ഉപ്പ് കൂടുതലിട്ട് രണ്ടാമത് ഇടേണ്ടി വരില്ല. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ. ഇതിൻ്റെ തലക്കഷ്ണങ്ങളുണ്ട്, അതും ഇടാം. അപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ട്, ഈ മീൻ അധികം വേവില്ലല്ലോ, അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം പറക്കിയിട്ടതിന് ശേഷം പിന്നെ ഒരു 2-3 തലക്കഷ്ണങ്ങളും കൂടി ഉണ്ട്. അതും കൂടി അത് വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. വറുത്ത് കഴിഞ്ഞാൽ അത് മാംസം കുറവല്ലേ. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനായി ശീലാവ് എന്ന് പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ളൊരു മീനാട്ടോ ശീലാവെന്ന്. അത് വറുത്ത് കഴിഞ്ഞാലും നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. ശരിക്കും ഇത് വറുത്തരച്ചാണ് വയ്ക്കുന്നത്. ഈ ലേശം തേങ്ങയൊക്കെ ഇട്ട് ഉലുവയൊക്കെ ഇട്ട് പൊടികളൊക്കെ കൂടി വറുത്തരച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ മീൻ ഒന്നും കൂടി ടേസ്റ്റ്. പക്ഷേ ഇന്നിങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചേ. നല്ലൊരു പച്ച തേങ്ങ കിട്ടിയായിരുന്നു. അപ്പം തേങ്ങയൊക്കെ കിട്ടാൻ പാടല്ലേ. അപ്പോൾ തേങ്ങ അരച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലിനേക്കാളും നല്ലത് തേങ്ങ അരച്ച് കറി കേട്ടോ. അപ്പം നെയ്യിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതിനകത്തേക്ക് ഉള്ളിയൊന്നും വറുത്തിടേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും തൂവിയിട്ട് ഒരു 2 കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി റെഡി. അപ്പോൾ ഇത്രയും ചാറ് മതി കേട്ടോ. നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പ് പുളിയൊക്കെ നല്ല കറക്റ്റ്, വേറെ രണ്ടാമതൊന്നും ഇടേണ്ടി വന്നില്ല. നല്ല കറക്റ്റായിട്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കരിവേപ്പിലിട്ട് വാങ്ങി വയ്ക്കാം. നല്ല മീൻ കറി കേട്ടോ. ചോറിനൊക്കെ കൂട്ടാനായിട്ട്. ഇനി വറക്കാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഇഷ്ടമായെങ്കിൽ അതും കൂടി ലൈക്കൊക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.